ആരാ ഇത് പറയുന്നത്? മുസ്ലിമുകൾ ഭീകരവാദികളെന്നാണ് ആര് പറഞ്ഞു? അല്ല അല്ല ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് വി.ഡി. സതീശൻ എന്തെല്ലാം വിചാരിക്കുമ്പോൾ ചിന്തിക്കുന്ന ആളാണ്. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻ്റലക്ച്വലാണ്. അദ്ദേഹം പറയുന്നു. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ്. അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും. പഹൽഗാം ആക്രമണത്തെ ആരുടെയും തലയിൽ കെട്ടിവയ്ക്കേണ്ട കാര്യമില്ലെന്നും ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം ഭീകരവാദികളാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. എന്തു വിഷയമുണ്ടായാലും മതപരമാക്കാനാണ് ശ്രമിക്കുന്നത്. കശ്മീർ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ എന്ന്, ഇന്ത്യയിലെ തന്നെ സംഘടനയാണോ എന്ന് അന്വേഷണം നടത്തി കേന്ദ്ര സർക്കാരാണ് പറയേണ്ടത്. പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയാണ് എല്ലായിടത്തും ഉള്ളത്. ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോരുത്തർ ചാടി വീഴുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ. ആരാ ഇത് പറയുന്നത്? മുസ്ലിമുകൾ ഭീകരവാദികളെന്നാണ് ആര് പറഞ്ഞു? അല്ല അല്ല ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് വി.ഡി. സതീശൻ എന്തെല്ലാം വിചാരിക്കുമ്പോൾ ചിന്തിക്കുന്ന ആളാണ്. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻ്റലക്ച്വലാണ്. അദ്ദേഹം പറയുന്നു. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ്. അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും. അതിൽ വി.ഡി. സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുക്കണമെന്ന്. അത് റെസ്പോണ്ട് കൊടുക്കുന്നത് ആർക്കാ? പാകിസ്ഥാന്. ഇതന്നെ വി.ഡി. സതീശൻ ഇത്ര ഒരു വേദന. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? പാകിസ്ഥാനെ ഒന്നും ചെയ്യേണ്ടതെന്നാണ്. അതാണ് വി.ഡി. സതീശൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുമ്പോൾ 26 പേരിൽ ജനങ്ങളെ മതം ഏതാണെന്ന് ചോദിച്ച് കൊല്ലുമ്പോൾ അതൊരു പാകിസ്ഥാൻ സ്പോൺസർഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. അതിന് വി.ഡി. സതീശൻ ജി അങ്ങനെ വലിയൊരു സ്ട്രെസ്സിലാവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ആർമിയും എയർഫോഴ്സും നമ്മൾ പ്രധാനമന്ത്രിയും HMഉം ചെയ്തോളും. അവർ ചെയ്യാനുള്ളത് പണി അവർ ചെയ്തോളും. വി.ഡി. സതീശൻ വീട്ടിൽ ഒരു കഞ്ഞിയോ എന്തെങ്കിലും കുടിച്ചോട്ടെ. വി.ഡി. സതീശന് വേദന ഉണ്ടെന്നോ? ഉണ്ട് ഭായി, ശരിക്കുമുണ്ട്. പിന്നെ ഞങ്ങളുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വോട്ട് ബാങ്കിൽ കയറി കളിച്ചാൽ പിന്നെ നോക്കിയിരിക്കാൻ പറ്റുമോ? രാഷ്ട്രമോ ഇവിടുത്തെ ജനങ്ങളോ ഞങ്ങൾക്കൊന്നുമല്ല. മുനമ്പം വിഷയത്തിൽ അത് മനസ്സിലാക്കിയല്ലോ. ഇത്രയും വർഷം ഞങ്ങൾ മാറി മാറി ഭരിക്കുന്നത് ഞമ്മന്റെ വോട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഇനിയും അങ്ങോട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞമ്മന്റെ വോട്ട് ഞങ്ങളുടെ അരി. വന്ദേ മാതരം. ഇതാണ് വി.ഡി. സതീശന്റെ ലൈൻ. മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരവാദികൾ അല്ലായിരിക്കാം. പക്ഷെ ഭീകരവാദത്തിന് ഒരു മതമുണ്ട്. അത് ഇസ്ലാം മതം തന്നെയാണ്. അത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ഏതൊരു കൊച്ചു കുഞ്ഞിന് പോലും അതറിയാം. സതീശന് ഭീകരാക്രമണമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പോലും പേടിയാണ്. ഹിന്ദു തീവ്രവാദമെന്ന് നല്ല ആവേശത്തോടെ പറയുകയും ചെയ്യും. മുസ്ലിം ലീഗ്, SDPI ഒക്കെ മതേതര പാർട്ടികളും ബി.ജെ.പി വർഗീയ പാർട്ടിയുമാണ് സതീശന്. മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അവർ തന്നെ പറയുന്നുണ്ട് അവർ മുസ്ലിം സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്ന്. ഇസ്ലാമിക ഭീകരർ നിഷ്ഠൂരമായി കാഫിറുകളാണെന്ന് ഉറപ്പുവരുത്തി കൊലപ്പെടുത്തിയ ആ നിരപരാധികളായ മനുഷ്യരുടെ ശവശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പുകയാണ് പ്രതിപക്ഷ നേതാവും ജിഹാദി പ്രീണന സുൽത്താനുമായ സതീശൻ ചെയ്തിരിക്കുന്നത്. എടോ സതീശ, താൻ ഒരു മനുഷ്യനാണോ? മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി ബോസുമാരെ സുഖിപ്പിക്കുവാൻ താൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് ആര് പറഞ്ഞെന്നാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത്. വി.ഡി. സതീശൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇക്കാര്യത്തിൽ സതീശന് എന്താണ് ഇത്ര വേദന? പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണം എന്നാണ് പറഞ്ഞത്. വേണ്ടത് ചെയ്യാൻ ഭാരതത്തിന് പ്രധാനമന്ത്രിയും സൈന്യവും ഉണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സതീശൻ വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചിരുന്നാൽ മതിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇനി എന്ത് ചെയ്യണം, എങ്ങനെ തിരിച്ചടിക്കണമെന്ന് സേനയ്ക്കും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരം ഭരിക്കുന്ന അമിത്ഷായ്ക്കുമൊക്കെ നന്നായി അറിയാം. അതിൽ കയറി ഇടപെടാൻ വി.ഡി. സതീശൻ വരണ്ട. വി.ഡി. സതീശന് പ്രീണനം നടത്തണമെങ്കിൽ അത് നടത്തിയാൽ മാത്രം മതി. നല്ല കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ, അത് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം പ്രതികരിച്ചാലും മതി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്.